എപ്പോഴും സഹയാത്രികരായ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഒരു വർഷം. കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത മറ്റൊരാൾക്കൂട്ടത്തെ അവസാന യാത്രയിലൊപ്പം നടത്തിയ ആ മടക്കം ഇപ്പോഴുമുണ്ട് മലയാളത്തിന്റെ ഈറനണിഞ്ഞ കണ്ണുകളിൽ. നടപ്പിലും എടുപ്പിലും ചിരിയിലും മൂളലിലും പോലും രാഷ്ട്രീയം നിറഞ്ഞു കവിഞ്ഞ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ജീവിതാവസാനം വരെ ഏറ്റുവാങ്ങിയ കല്ലേറുകളും ചെറുതല്ലായിരുന്നു. വിട പറയുന്നതിന് തൊട്ടു മുൻപ് ഉമ്മൻചാണ്ടി പൂർത്തിയാക്കിയ അദ്ദേഹത്തിന്റെ ആത്മകഥ കാലം സാക്ഷി പുറത്തിറങ്ങിയത് വിയോഗത്തിന് ആഴ്ചകൾക്കിപ്പുറമാണ്. ആൾക്കൂട്ടത്തിനു നടുവിൽ ജീവിച്ചൊരു മനുഷ്യന്റെ സത്യസാക്ഷ്യമാണ് ആ പുസ്തകം. ഇപ്പോൾ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഇനിയും പലതും തെളിഞ്ഞു വരാനുണ്ട്. ചിലപ്പോൾ അതെന്റെ കാലശേഷമായിരിക്കും. സത്യത്തെ സംശയത്തിന്റെ പുകമറയിൽ എക്കാലവും ഒളിച്ചു വെക്കാനാവില്ല. പുസ്തകത്തിലെ ഉമ്മൻചാണ്ടിയുടെ വരികളാണ്. പത്രപ്രവർത്തകനായ സണ്ണിക്കുട്ടി എബ്രഹാം തയ്യാറാക്കിയ പുസ്തകത്തിലെ 17 പേജ് നീളുന്ന സോളാർ എന്ന ഭാഗം സോളാർ അഴിമതി വിവാദ കാലത്തെ ആരോപണങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം തകർത്തുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മൺപുറ്റിനെ മഹാപർവ്വതമായി വളർത്തിയെടുത്ത സോളാർ വിവാദമെന്നാണ് അതേക്കുറിച്ച് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നത്. വിവാദം കൊടുമ്പിരി കൊണ്ട കാലത്ത് പലതവണ അദ്ദേഹം പൊതുസമൂഹത്തെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ഇവിടെ അക്ഷരരൂപം പൂണ്ടു നിൽക്കുന്നു. നിരപരാധി വേട്ടയാടപ്പെട്ട ഇര എന്നതിനൊക്കെ അപ്പുറം തൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം കാണിച്ച മാന്യത, മര്യാദ, സഭ്യത എല്ലാം ഈ പുസ്തകത്തിലും തെളിഞ്ഞു നിൽക്കുന്നു. ബിജു രാധാകൃഷ്ണന്റെ വരവ്, വിവാദങ്ങളുടെ തുടക്കം, സെക്രട്ടേറിയറ്റ് വളയൽ, പക തീർക്കാൻ ശ്രമം, വിശേഷപ്പെട്ട ശിവരാജൻ കമ്മീഷൻ, കോയമ്പത്തൂർ യാത്ര, എതിരാളികൾക്ക് ആശ്രയമായ കത്തും ചവറ്റുകൊട്ടയിലായി, ക്രൈംബ്രാഞ്ചിന്റെ വരവ്, കുറ്റവിമുക്തനാക്കി CBI, കത്തിന്റെ പിന്നിലെ കഥ, പച്ചത്തുരുത്തുകൾ എന്നിങ്ങനെ പല തലക്കെട്ടുകളിൽ സോളാർ വഴികളിലെ ഓരോ സംഭവങ്ങളെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായുള്ള സ്വന്തം വിശദീകരണം അദ്ദേഹം പുസ്തകത്തിൽ തുറന്നു വെക്കുന്നു. ബിജു രാധാകൃഷ്ണനുമായുള്ള അടച്ചിട്ട മുറിയിലെ സംഭാഷണമെന്ന് മാധ്യമങ്ങൾ പൊലിപ്പിച്ച വാർത്തയെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. എറണാകുളത്തെ പ്രമുഖ പത്രത്തിന്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുമൊത്ത് ബിജു രാധാകൃഷ്ണൻ കാണാൻ വന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ഞെട്ടി. ഒരു സഹപ്രവർത്തകനെ കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അത്. ഞാൻ ഇതാരോട് പറയും? എനിക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാവും? ഇന്നും പുറത്തറിയാതെ പോയ ആ മഹാരഹസ്യത്തെപ്പറ്റി ഉമ്മൻചാണ്ടിയുടെ ആകുലത ഇങ്ങനെ നീണ്ടു. നിയമസഭയിൽ വിഷയം കത്തിച്ചു നിർത്തിയ പ്രതിപക്ഷത്തിന് പുതിയ ആയുധം കിട്ടി. എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായനായി. സത്യം വെളിപ്പെടുത്താൻ പ്രിയപ്പെട്ടവരുടെ സമ്മർദ്ദമുണ്ടായി. അപ്പോഴും നിശബ്ദത പാലിച്ചു. സഹപ്രവർത്തകന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കരുതെന്ന് തീർച്ചപ്പെടുത്തിയതായിരുന്നു ആ മൗനമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അതൊരിക്കലും തനിക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുമെന്ന് ഉമ്മൻചാണ്ടി അന്ന് വിചാരിച്ചിട്ടുണ്ടാകില്ല. നെറ്റിയിലെ മുറിപ്പാടായി മാറിയ കല്ലേറിന്റെ അനുഭവവും അദ്ദേഹം പറയുന്നു. അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നായപ്പോൾ CPM കായികമായി നേരിട്ടു. അതാണ് കണ്ണൂരിൽ തന്റെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ കല്ലേറ്. നിസ്സാരമായി കാണാനും മറക്കാനും ശ്രമിച്ചു. അക്രമം തങ്ങളുടെ രീതിയല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഒരു തമാശ പോലെ ആസ്വദിച്ചു. സോളാർ കേസ് അന്വേഷിക്കാനായി രൂപീകരിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ ഒരു വിശേഷപ്പെട്ട കമ്മീഷൻ എന്നാണ് പുസ്തകത്തിൽ ഉമ്മൻചാണ്ടി വിശേഷിപ്പിക്കുന്നത്. അനിതര സാധാരണമായ നടപടികൾക്ക് വേദിയായ കമ്മീഷൻ. തന്നെ അപമാനിക്കാൻ പറ്റിയ അവസരമായി CPM അതിനെ കണ്ടു. ശിവരാജൻ കമ്മീഷനെ ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി വിമർശിക്കുന്നത്. കേസിൽ തെളിവായ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങുന്ന CD-യും പെൻഡ്രൈവും തേടിയുള്ള ബിജു രാധാകൃഷ്ണന്റെ യാത്ര, അഭിഭാഷകരുടെയും പോലീസുകാരുടെയും അകമ്പടിയോടെയുള്ള യാത്ര, വാർത്താ ചാനലുകളുടെ ആഘോഷം, കേരളത്തിനാകെ കൗതുക കാഴ്ചയായിരുന്നു. അപ്പോൾ ഡൽഹിയിലായിരുന്ന തനിക്ക് ഇതെല്ലാം കണ്ട് ചിരിയാണ് വന്നത്. ഇല്ലാത്ത CD തേടിയൊരു വിഫല യാത്ര. ഉമ്മൻചാണ്ടി കോളിളക്കം സൃഷ്ടിച്ച സംഭവബഹുലമായ കോയമ്പത്തൂർ യാത്രയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ:
കുറ്റാരോപിതയുടെ ഈ കത്തായിരുന്നു കേസിലെ ആകെ ആശ്രയം. 21 പേജുള്ള ആദ്യ കത്ത് പിന്നീട് 25 പേജാകുന്നു. പത്രസമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയ ഈ കത്തിലാണ് തനിക്കെതിരായ ഏറ്റവും ഹീനമായ ആരോപണം. ഒടുവിൽ ആ കത്ത് ചവറ്റുകൊട്ടയിലായത് എങ്ങനെയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 21 പേജുള്ള കത്ത് 25 ആയതിനു പിന്നിൽ മുൻ മന്ത്രി KB ഗണേഷ് കുമാറും കുറ്റാരോപിതയുമാണെന്ന് കോടതി കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുന്നു. ഒരു സത്യവുമില്ലാത്ത കാര്യത്തിൽ ആരെന്തൊക്കെ ശ്രമിച്ചാലും വിജയിക്കില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ആത്മകഥയുടെ തലക്കെട്ട് പോലെ എല്ലാത്തിനും കാലം സാക്ഷിയാകുന്നു. ഒരാണ്ടിനിപ്പുറം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥാ പുസ്തകത്തിന് വായനക്കാർ ഏറെയാണ്. ഇന്നത് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ജീവിതകഥ മാത്രമല്ല. വിമർശനങ്ങൾ ഏറെയുണ്ടെങ്കിലും മനുഷ്യസ്നേഹിയായ ഒരു ഭരണാധികാരിയുടെ സംഭവബഹുലമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു അത്. സമാനതകളില്ലാത്ത കൂരമ്പുകളേറ്റിട്ടും ഒരു പരിഭവവുമില്ലാതെ കടന്നുപോയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് തന്നെയാണ് കാലം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഇങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഈ ഭൂലോകത്തുണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ പോലും അതിൽ അതിശയോക്തി ഉണ്ടാകില്ല. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കേരളം പല മട്ടിൽ തിരിച്ചറിയുന്ന ഈ കാലത്ത് വിശേഷിച്ചു.